നല്ല പടമാണ്. ബി ഉണ്ണികൃഷ്ണന്റെ ഡയറക്ഷൻ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം അഭിനയം നല്ല രസമുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പടം ഒരു പ്രേക്ഷകർ എന്ന നിലയ്ക്ക് നമ്മളൊരു സിനിമയായിട്ട് കാണണം ഇതിനെ. ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടല്ല. പക്ഷെ കേരളത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടും. കാരണം ഇത് ഒരുപാട് പേരെ വെളുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ചെയ്തിട്ടുള്ള പാപങ്ങളെല്ലാം എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കുറെ ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിന് നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. നല്ലൊരു മുഖ്യമന്ത്രിയാണ്. പക്ഷേ കള്ളക്കേസിൽ പെടുത്തി എന്നുള്ള ഒരു സംഭവം തന്നെയാണ് സിനിമ അത് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇതില് വിവാദ നായികയും വെളുപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനോട് നമുക്ക് യോജിപ്പില്ല. പക്ഷെ ഇത് കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷേ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി ഒരു കേരളത്തിന് മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ, അതായത് നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ട് എന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നുണ്ട്. കേരളത്തിന്റെ വികസനം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒന്നും കിട്ടില്ല. പക്ഷേ വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനിയിപ്പോ ഇവിടെ വരാൻ പോകുന്നത് അടുത്ത KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെ പറഞ്ഞേക്കുന്നത്. ശരിയാണോ? സൗജന്യ യാത്ര ഒരിക്കലും കേരളത്തിൽ നടപ്പാവില്ല. കാരണം എന്ന് വെച്ചാൽ കേരളം എന്ന് പറയുന്നത് ഒരു ചെറിയ സംസ്ഥാനമാണ്. അത് ഒരിക്കലും നടപ്പാവില്ല. പിന്നെ 3000 രൂപ പെൻഷൻ, ഇതൊന്നും കേരളത്തിൽ നടപ്പാവില്ല. ഇല്ലാത്ത വാഗ്ദാനങ്ങളൊന്നും കൊടുത്തുകൊണ്ട് ജനങ്ങളെ പറ്റിക്കണ്ട. അപ്പൊ അടുത്ത ഒരു ഭരണ തുടർച്ച ഉണ്ടാവും എന്നുള്ള വാഗ്ദാനങ്ങളാണെങ്കിൽ നടക്കൂല. അപ്പൊ പറ്റിക്കപ്പെടാതിരിക്കുക. നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾ അവസരം മുതലാക്കുക. പക്ഷെ ഇനി ഒരു യുവത്വങ്ങൾ വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പിണറായി സഖാവിനെ കണ്ടു തന്നെ കൊടുക്കുള്ളൂ. കാരണം എന്താ പറയുക, ചങ്കൂറ്റത്തോട്ട് മുഖ്യമന്ത്രി വേണ്ടേ നമുക്ക്. മറ്റുള്ളവർക്കാർക്ക് മുഖ്യമന്ത്രി ഇല്ല. മുഖ്യമന്ത്രി ആരാന്ന് വെച്ചാൽ ഇയാളെ കാണിക്കും, ആളെ കാണിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ പറയണ്ട, ധൈര്യമായിട്ട് പറയാം വികസനം ഉണ്ട്. നമ്മൾ ആ കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് നോക്കണം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്ന ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം. ആ ഡിവൈഎഫ് കൊടുക്കുന്ന എത്രയോ അന്നം, എത്രയോ ചോറ്, എത്രയോ മനുഷ്യർ കഴിക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കണം. ചുമ്മാ തള്ളി വിട്ടിട്ട് മാത്രം ഒരു കാര്യം നടക്കൂല. രാഷ്ട്രീയം കിട്ടുമ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് കിട്ടി കഴിയുമ്പോൾ ചുമ്മാ കുറെ ഊടായ്പെടുത്തുന്ന ഒരു കാര്യമില്ല. പക്ഷെ ധൈര്യമായിട്ട് ഞാൻ പറയാണ്, അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. യാതൊരു സംശയവും വിചാരിക്കേണ്ട.